ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജൂലൈ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവർക്കും ജൂൺ മാസത്തെ പ്ലാനറൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒരുപാട് പേര് നമുക്ക് ജൂൺ മാസത്തെ പ്ലാനറിൻ്റെ പിക്ചേഴ്സും അയച്ചു തന്നിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആ പിക്ചേഴ്സൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പ്ലാനർ തയ്യാറാക്കിയതിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ നോക്കി കണ്ടിട്ടുള്ള ക്രാഫ്റ്റിൻ്റെയൊക്കെ പിക്ചേഴ്സ് അയച്ചു തരാവുന്നതാണ്. അത് അയച്ചു തരുമ്പോൾ ഞാൻ എല്ലാ മാസവും ഇതുപോലെ പ്ലാനറിൻ്റെ വീഡിയോ ഇടാറുണ്ട്. ആ വീഡിയോയിലായിരിക്കും ആ പിക്ചേഴ്സ് ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ അയക്കേണ്ട മെയിൽ ID എന്ന് പറയുന്നത് malayali.momcrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ IDയിലോട്ട് 5-6 പിക്ചേഴ്സ് മാക്സിമം നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരിക. അപ്പോൾ അയച്ചു തരുമ്പോൾ ഞാൻ അടുത്ത പ്ലാനറിൻ്റെ വീഡിയോയിൽ ഈ പിക്ചേഴ്സ് ഉൾപ്പെടുത്തും. നിങ്ങളുടെ മെയിലിനുള്ള മറുപടിയും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ജൂലൈ മാസത്തെ തീം എടുത്തിരിക്കുന്നത് റെയിനി സീസൺ അല്ലെങ്കിൽ മഴക്കാലമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ കളറൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ ഒക്കെ അല്ലേ. അപ്പോൾ ആ കളേഴ്സ് തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ജൂലൈ എന്ന് സെൻറ്ററിൽ എഴുതി, അതിനുശേഷം അതിന് ചുറ്റും കുറേ ക്ലൗഡ്സ് വരച്ചു, മഴത്തുള്ളികൾ വരച്ചു, അങ്ങനെയൊക്കെ വരച്ച് നമ്മുടേതായ രീതിയിൽ വേണമെങ്കിൽ ഒരു കുട വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടി റെയിൻ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് വരയ്ക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പേജിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? തീം പേജ്. ഓക്കെ. അപ്പോൾ ഞാൻ ആ കളർ ചെയ്തിട്ടുള്ള പേജിന് ചെറുതായിട്ടൊരു മാറ്റം തോന്നാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേഘങ്ങളുടെ ഡിസൈൻ ഒരു 3D എഫക്റ്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുൻപ് ഇതുപോലെ വേറൊരു പ്ലാനർ വാട്ടർമെലൻ്റെ തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തീമുകളിൽ ഇങ്ങനെ പ്ലാനർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20 വീഡിയോ ഒക്കെ നമ്മൾ ഇതുപോലെ പ്ലാനറിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ വല്ല തീമിലാണ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇത് ചെയ്യണമെന്നൊന്നുമില്ല, വേറെ ഡിസൈനിലൊക്കെ വരയ്ക്കാം. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പേജാണ് കലണ്ടർ പേജ്. അതിൽ നമ്മൾ ചെറിയൊരു കലണ്ടർ വരയ്ക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാചകം, ഒരു കോട്ട് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. മഴക്കാലവുമായി ബന്ധപ്പെട്ട കോട്ടാണെങ്കിൽ നന്നായി, അല്ലെങ്കിൽ ജൂലൈ മാസവുമായി ബന്ധപ്പെട്ടൊരു കോട്ട് നമുക്ക് എഴുതാം. ഞാൻ എഴുതിയിരിക്കുന്നത് ലെറ്റ് എസ് സ്മൈൽ ബി യുവർ അംബ്രല്ല ഓൺ എ റെയിനി ഡേ. അതിൻ്റെ താഴെയായിട്ട് ഞാനൊരു കലണ്ടർ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയൊരു കലണ്ടറാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കിനി വലുതാക്കി വരയ്ക്കണമെങ്കിൽ 2 പേജിലൊക്കെ ആക്കിയിട്ട് വരയ്ക്കാം. ചെറുതാക്കി വരച്ചാൽ പിന്നെ വെറുതെ പേജ് വേസ്റ്റ് ആക്കണമെങ്കിൽ ചെറുതാക്കി വരച്ചാലും മതി. അതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് സെക്ഷൻസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കലണ്ടർ മാത്രമല്ല, ആ സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കൊടുത്തിരിക്കുന്നത് ജൂലൈ മാസത്തെ ഗോൾസ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ജൂലൈ മാസത്തെ ഇവൻറ്റ്സ്, അതായത് ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് എഴുതാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഡേറ്റുകൾ എന്തെങ്കിലും നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ അതും കൂടി എഴുതി വയ്ക്കാം. പിന്നെ ഈ വരയ്ക്കുന്ന കലണ്ടറിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കായാലും അതിൻ്റെ ചുറ്റും മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പേജ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പേജ് എന്ന് പറയുന്നത് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. അതായത് നമുക്ക് പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഓരോ മാസവും നമുക്ക് അതൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ ഞാൻ 4 കാര്യങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. റീഡിങ്, അതുപോലെ തന്നെ സ്കിൻ കെയറോ അല്ലെങ്കിൽ ഹെയർ കെയറോ നമുക്ക് എഴുതാം. ഇനി എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം. ജേർണലിങ് എഴുതാം, ക്ലീനിങ് സ്റ്റഡി ടേബിൾ, അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ എഴുതി. അതിന് വേണ്ടിയിട്ട് ഞാൻ 31 സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ജൂലൈ മാസത്തിൽ 31 ദിവസമാണുള്ളത്. അപ്പോൾ 31 സർക്കിൾസ് വരച്ചിട്ട് അതിൽ 1 മുതൽ 31 വരെയുള്ള തീയതികൾ എഴുതാം. അതിനുശേഷം നമ്മൾ 1-ാം തീയതി ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 1-ാം തീയതി ടിക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ആ കാര്യം ചെയ്യുന്ന ദിവസം ടിക്ക് ഇടുക, ചെയ്യാത്ത ദിവസം ക്രോസ് മാർക്ക് ഇട്ട് വയ്ക്കുക. അപ്പം നമുക്ക് ഓരോ ദിവസം കൃത്യമായിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ പേജ്.
അടുത്തൊരു പേജിൻ്റെ പേരാണ് ഷവേഴ്സ് ഓഫ് മൂഡ്. അതായത് ഈ ബുക്കിൽ ഈ ഒരു പേജിൽ നമ്മൾ എഴുതി വെക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ ഫീലിങ്ങുകൾ എങ്ങനെയാണെന്നാണ്. അതായത് പല ഫീലിങ്സ് ഉണ്ടാവും നമുക്ക് അല്ലേ. ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ദിവസം നമ്മൾ ഭയങ്കര സങ്കടത്തിലായിരിക്കാം, ചില ദിവസം ദേഷ്യമായിരിക്കാം. പല ടൈപ്പ് ഇമോഷൻസ് നമുക്ക് ഉണ്ടാവും ഓരോ ദിവസവും. അത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ക്യൂട്ടായിട്ടുള്ള രീതിയിലൊക്കെ വരച്ചുണ്ടാക്കുന്ന ഒരു പേജാണ്. അപ്പോൾ നമ്മൾ മഴക്കാലമാണല്ലോ നമ്മൾ തീമായിട്ട് എടുത്തത്. അതുകൊണ്ട് നമ്മളൊരു കുടയും അതിൻ്റെ കുടയിൽ നിന്ന് കുറേ മഴത്തുള്ളികൾ വീഴുന്ന ഡിസൈനാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മഴത്തുള്ളികളുടെ ഡിസൈൻ നമ്മൾ 31 എണ്ണം വരച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ നമ്മൾ 31 ദിവസങ്ങളുണ്ടെങ്കിൽ ആ തുള്ളികൾ അത്രയും എണ്ണം വരച്ച ശേഷം ഓരോ തുള്ളികളുടെ ഉള്ളിൽ നമ്മൾ 1 മുതൽ 31 വരെയുള്ള തീയതികൾ എഴുതി കൊടുക്കുക. അതിനുശേഷം 1-ാം തീയതി നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നെങ്കിൽ ആ ഒരു മഴത്തുള്ളിയുടെ ഉള്ളിൽ അത് മാർക്ക് ചെയ്യണം. നമ്മൾ അത് മാർക്ക് ചെയ്യേണ്ട രീതി ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ മഴത്തുള്ളികളെല്ലാം വരച്ച ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഇമോജീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ. ചിരിക്കുന്നതും അതുപോലെ തന്നെ കരയണതും ദേഷ്യപ്പെട്ടതും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഇമോഷൻസിനും നമ്മൾ ഓരോ കളർ തീരുമാനിച്ചിട്ട് കൊടുക്കാം. ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അല്ലെങ്കിൽ റെഡ്, ഗ്രീൻ, അങ്ങനെ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം. പിങ്ക്, അതൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ കളേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, 1-ാം തീയതി നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ഈ ഒരു ബ്ലൂ കളർ നമ്മൾ എവിടെ കൊടുക്കണം, ആ ഒരു 1-ാമത്തെ മഴത്തുള്ളിയിൽ നമ്മൾ കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പല ടൈപ്പ് ഇമോഷൻസ് നിറഞ്ഞിട്ടുള്ളൊരു മഴത്തുള്ളികൾ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റുട്ടീൻ നമുക്ക് എഴുതി വെക്കാവുന്ന ഒരു പേജാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി റുട്ടീൻ മാത്രം എഴുതണമെങ്കിൽ അത് എഴുതാം. കാരണം നമുക്ക് ഡെയിലി പഠിക്കാനൊരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ റുട്ടീൻ എഴുതി വെക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മോള് പഠിക്കുന്ന റുട്ടീനാണ് ഇപ്പോൾ ഇതിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ എത്ര ടൈം നമ്മൾ പഠിക്കാൻ പറ്റും നമുക്ക്, അതനുസരിച്ച് നമ്മൾ ഒരു 3 സ്റ്റഡി സെഷനൊക്കെ നമുക്ക് തീരുമാനിച്ചിട്ട് അതനുസരിച്ച് സമയവും അതുപോലെ തന്നെ ആ സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്നും കൂടി നമുക്കിതുപോലെ എഴുതി ഇങ്ങനെ വെക്കാം. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെ ടൈം ടേബിൾ എഴുതാം. അതോടൊപ്പം നമ്മുടെ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു അത് നമുക്ക് വേണമെങ്കിൽ ഒക്കെ എഴുതി വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ഗോൾസ്, ഈ മാസം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നന്നായിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ പഠിക്കേണ്ടത്, ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ വീക്കായിട്ടുള്ളത്, അത് എത്രത്തോളം നന്നായി പഠിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് അതിലൊക്കെ ഒന്ന് എഴുതി വെക്കുമ്പോൾ പഠിക്കാൻ കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള പേജിൻ്റെ പേരാണ് ടു ഡു ലിസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഈ ഒരു പേജാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പേജ് എന്ന് പറയാം, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്. അതായത് ഓരോ ദിവസവും എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പേജിൽ എഴുതാം. അപ്പം ഞാൻ 6 ബോക്സസ് വരച്ചു കൊടുത്തു. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഓരോ ദിവസം, ഇപ്പോൾ മൺഡേ 1-ാം തീയതി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കന്ന് ചെയ്യണം, പഠിക്കാനുള്ളതും വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് വേറെ ഹോബീസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്കിതിൽ ഓർമ്മപ്പെടുത്താനായിട്ട് എഴുതി വെക്കാം. അങ്ങനെ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ച് അത് കൃത്യമായി ചെയ്ത ശേഷം അത് ടിക്കിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയും നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ദിവസവും തീയതി എഴുതിയാൽ മതി. നിങ്ങൾ കൃത്യമായിട്ട് എഴുതുന്ന ശീലമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഡേറ്റോ ദിവസമോ ഒന്നും എഴുതണ്ട. കാരണം ആ ദിവസം നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ആ ഒരു സെക്ഷൻ പിന്നെ കട്ട് ചെയ്ത് രണ്ടാമത് മാറ്റിയൊക്കെ എഴുതേണ്ടി വരും. പക്ഷെ എന്നും എഴുതുന്നതാണ് നല്ലൊരു ശീലം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഒരു പ്ലാനർ ഫുള്ളായിട്ട് കാണാം. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഈ ഒരു പ്ലാനറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. പിക്ചേഴ്സ് വരച്ച് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ പ്ലാനർ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരണം. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കാണാം. ലീന മെഹറിൻ, അലീന ജോബി, സ്പന്ദന, അഞ്ജന, മിറർ 767, ഐശ്വര്യ വി നായർ, ഷീന, മേധ പത്മം രാജ്, നൈല നാസർ, ജ്യോതിർ MA, നജ നജീബ്, ലൗലി ഷാജൻ, മിൻഹ CH, സംഗീത. അപ്പോൾ ഇത്രയും പേരാണ് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ നമ്മളിതുപോലെ പേരും അതുപോലെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.